വെൽക്കം ടു ഈസി ക്ലാസ് മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ക്ലാസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും വേണം. ഇനി പാഠത്തിലേക്ക് പോകാം. 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ ആദ്യത്തെ പാഠമാണ് മഴയോ മഴ. അപ്പോൾ പാഠത്തിന്റെ തുടക്കം തന്നെ മഴയെക്കുറിച്ചുള്ള ഒരു പാട്ടിലൂടെയാണ് തുടങ്ങുന്നത്. ഇനി പാട്ട് ചേർത്ത് പാടിയാലോ? മയ 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 പെയ്യണ്, പുയ 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 നിറയണ്, മയ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ട്യാള് കുടയില്ലാത്ത കുട്ട്യാള്, മഞ്ഞ് മഞ്ഞ് പെയ്യണ്, മണ്ണ് മണ്ണ് കുളിരണ്, മഞ്ഞ് മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ട്യാള് പുതപ്പില്ലാത്ത കുട്ട്യാള്. അപ്പോൾ പാട്ട് നമ്മൾ പാടി നോക്കിയല്ലേ കുട്ടികളെ? ഈ പാട്ടിന്റെ വരികളിൽ എന്താണ് പറയുന്നത് മഴയെ പറ്റി? മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നതനുസരിച്ച് എന്താണ് പുഴകളൊക്കെ നിറയുന്നുണ്ട്. ആ മഴ പെയ്യുന്ന സമയത്ത് മഴ നനഞ്ഞ് കുടയില്ലാതെ കുട്ടികളൊക്കെ എന്താണ് കളിക്കാണല്ലോ മഴയത്ത്. അപ്പൊ അടിയത്തെ ആ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടികളൊക്കെ മഴയത്ത് ആനന്ദിക്കാണ് കളിച്ചു കാണ്ടല്ലേ. ഇതാണ് ആദ്യത്തെ വരികളിൽ പറയുന്നത്. ഇനി 2ാമത്തെ വരികൾ നമുക്ക് അർത്ഥം എന്താണ് നോക്കല്ലേ. മഞ്ഞ് മഞ്ഞ് പെയ്യണ്, മണ്ണ് മണ്ണ് കുളിരണ്, മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയാള് പുതപ്പില്ലാത്ത കുട്ടിയാള്. അതായത് മഴയത്ത് മഞ്ഞ് പെയ്യുന്നുണ്ട്, അതുകൊണ്ട് മണ്ണ് കുളിർക്കുന്നുണ്ട്. അതായത് മഞ്ഞ് വരുമ്പോൾ ഭൂമി അല്ലെങ്കിൽ മണ്ണ് തണുത്തു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പുതപ്പില്ലാത്ത കുട്ടിയാള് ആ മഞ്ഞ് വന്നിട്ട് പോലും കുട്ടികൾ പുതച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പാട്ട് വിശദീകരിച്ച് നോക്കിയല്ലേ. ഇനി നമുക്ക് ആദ്യത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം. കുട വരക്കാം. അപ്പൊ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കുട വരക്കാനാണ്. അപ്പൊ മഴയത്ത് കളിക്കുന്ന കുട്ടികൾക്ക് നമുക്കൊരു കുട വരച്ചു കൊടുക്കല്ലേ. അപ്പൊ അതിന്റെ ഒരു മോഡൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് മക്കളെ? നല്ല രസമില്ലേ കുട കാണാന്? ഇനി ഇതേപോലത്തെ ഒരു കുട നിങ്ങളുടെ ബുക്കിലേക്ക് നോക്കി വരക്കേണ്ടതാണ് കേട്ടോ. ഇനി 2ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഉത്തരം കണ്ടെത്താം. അപ്പം ഇതൊരു കടുങ്കഥയാണ്. അത് എന്താണെന്ന് നോക്കാം. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. എന്താണ് മക്കളെ അതിന്റെ ഉത്തരം? കുട എന്നാണ്. അതായത് എന്താണ്, കാലിൽ നമ്മൾ അതിന്റെ അടിയിലാണ് പിടിച്ചലല്ലേ. അപ്പൊ എവിടെയാണ്? മേലെയാണല്ലോ പൊന്തല്. അതാണ് കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. ഇനി നമുക്ക് കുടയെ കുറിച്ചുള്ള കുറച്ച് കടങ്കഥകൾ നോക്കിയാലോ. മയ്യത്തും വെയിലത്തും ആശ്വാസമേകും ആള് കറുമ്പൻ വാല് വളമ്പൻ, കാല് പിടിക്കുന്നവനെ സംരക്ഷിക്കുന്നവൻ, കുതിരകൾ രണ്ടുണ്ടെങ്കിലും ആളുകൾ എടുത്തോണ്ട് നടക്കണം, ഒറ്റക്കാലൻ ചന്തക്ക് പോയി, എല്ലുണ്ട് വാലുണ്ട് വെള്ളം തടയാൻ കഴിവുണ്ട്. ഇതൊക്കെ കുടയെ കുറിച്ചുള്ള കടങ്കഥകളാണ് കേട്ടോ. ഇനി നമുക്കൊരു പരീക്ഷണമാണ് നോക്കാനുള്ളത്. അപ്പൊ പറയുമ്പോൾ മഴ പെയ്യുമോ? കുറിപ്പ് വായിക്കാം, പരീക്ഷണം ചെയ്യാം. അപ്പോൾ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക. കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക. ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായും താഴ്ത്തി വെച്ച് കുപ്പിയിൽ വെള്ളം നിറക്കുക. പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് കുട്ടി പറയാണ്. അപ്പൊ കുപ്പി ഭദ്രമായി അടക്കുക. വിരൽ കൊണ്ട് വശത്തെ സുഷിരം അമർത്തി പിടിച്ച് കുപ്പി ഉയർത്തുക. പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക. അപ്പൊ നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും സുഷിരം അടിച്ചു പിടിക്കുക. എന്ത് സംഭവിക്കും? പരീക്ഷണം ചെയ്യുമ്പോൾ കണ്ട കാര്യങ്ങൾ എഴുതി നോക്കാം. അപ്പൊ ഇനി നമുക്ക് ഈ പരീക്ഷണം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ചെയ്തു നോക്കണം കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ചെയ്തു നോക്കിയില്ലേ? അപ്പൊ ചെയ്തപ്പോൾ എന്താണ് പരീക്ഷണത്തിൽ കണ്ടത്? നമുക്ക് നോക്കിയാലോ. അപ്പോൾ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ സുഷിരത്തിൽ നിന്ന് വിരൽ നീക്കിയപ്പോൾ മഴ പെയ്യുന്നതായി കാണാം. അപ്പൊ എന്താണ് ഉണ്ടായത്? ആ ഒരു ഹോളിലേക്ക് വിരൽ കൊണ്ട് എന്താണ് നീക്കിയപ്പോൾ എന്തായി? മഴ പെയ്യുന്നതായി കണ്ടു അല്ലേ. അപ്പൊ മഴ നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വിരൽ കൊണ്ട് സുഷിരം അടക്കുന്നു. അതുകൊണ്ട് മഴ പെയ്യുന്നില്ല. അപ്പൊ സുഷിരം എന്താണ്? കൈകൊണ്ട് അടക്കുമ്പോൾ എന്താണ്? മഴ പെയ്യുന്നില്ല. ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? വായു സഞ്ചാരമാണ്. വായു ഉള്ളിലേക്ക് കടക്കുമ്പോൾ മഴ പെയ്യുകയും വായു കടക്കാത്തപ്പോൾ എന്താണ്? മഴ പെയ്യാതെ നിൽക്കുകയും വെള്ളം അടിയിലേക്ക് വരാതെ നിൽക്കുകയും ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് പരീക്ഷണം.
ഇനി പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തൊക്കെ? അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് ഈ ഒരു പരീക്ഷണം ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തത്? പ്ലാസ്റ്റിക് കുപ്പി, വെള്ളം, പിന്ന്. അതായത് പ്ലാസ്റ്റിക് കുപ്പിയിൽ ഫുള്ള് ഹോളിടാൻ നമ്മൾ എന്താ ഉപയോഗിച്ചത്? പിന്നോ അല്ലെങ്കിൽ എന്താ ആണിയോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹോൾ ഇട്ടുകാണ്ട് അതിൽ വെള്ളം നിറച്ചു അല്ലേ? അപ്പൊ ഈ 3 വസ്തുക്കളാണ് നമ്മൾ ഈ ഒരു പരീക്ഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇനി നമുക്ക് മഴയെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് നോക്കിയാലോ? അപ്പൊ ഇന്നലെ പെയ്ത മഴ. അതൊരു പെരുമഴയായിരുന്നു. മഴയ്ക്കു മുമ്പ് ആകാശമാകെ ഇരുണ്ടു. ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടിയുലഞ്ഞു. വലിയ ഇടിയും മിന്നലും വന്നു. ഞാൻ പേടിച്ചുപോയി. സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത്. ഇടക്കും തോർന്നും പിന്നെയും പിന്നെയും പെയ്തു മഴ. ഒരുപാട് നേരം നീണ്ടു. രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. ഉറങ്ങാൻ നല്ല സുഖം. രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരുന്നു. തൊടിയിൽ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം. വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പുചവറുകൾ ഒഴുകിക്കളഞ്ഞ് മഴ അവിടെ വൃത്തിയാക്കി. പക്ഷെ എന്ത് ചെയ്യാം, എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു. മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്. അപ്പോൾ ഇതാണ് മഴയെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു കുറിപ്പ്. ഇതിന്റെ പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോവാം. ആദ്യത്തെ പ്രവർത്തനമാണ് അഭിനയിച്ച് കാണിക്കാന്. അപ്പൊ വിറയണ്, നനയണ്, കുളിര് കോരണ്. ഈ 3 ടീച്ചർക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി ഒരു മഴ അനുഭവം എഴുതാനാണുള്ളത്. അപ്പൊ ഞാനും മഴയും എന്നൊരു ടോപ്പിക്ക് വെച്ചുകാണ്ട് മഴ അനുഭവം എഴുതാമല്ലേ. ഞാനും മഴയും ഒരു വൈകിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അപ്രതീക്ഷിതമായി ചെറിയൊരു മഴ പെയ്യാൻ തുടങ്ങി. ആദ്യം കനലായി തുടങ്ങിയ തുള്ളികൾ മൃദുവായ സ്പർശനമായി എൻ്റെ മുഖത്തും കയ്യിലും വീണപ്പോൾ ഹൃദയം അതീവ സന്തോഷത്തോടെ നിറഞ്ഞു. ആ ഇളം തണുപ്പും നിലാവിനൊപ്പം ചേർന്ന മഴയുടെ ഗാനം പോലെ തോന്നിയ ആ ശബ്ദം മനസ്സിൽ ഒരു ശാന്തിയും ആവേശവും പകരുകയായിരുന്നു. കുടയില്ലാതെ ഞാൻ മഴയിൽ കുതിക്കുകയായിരുന്നു. എന്നിട്ട് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒന്നായിട്ട് നനഞ്ഞിരുന്നു. കൂടെ കൊണ്ടുപോകാത്തത് കൊണ്ട് അമ്മന്റെ അടുത്തുനിന്ന് ചീത്തയും കേട്ടു. ചെറുതെങ്കിലും ഒരിക്കലും മറക്കാനാവാത്ത ഒരു മഴ അനുഭവമാണിത്. അപ്പൊ ഇതേപോലെ നിങ്ങളും നിങ്ങളുടെ ഒരു അനുഭവം എഴുതൂലേ കുട്ടികളെ? ഇനി അടുത്ത പ്രവർത്തനമാണ് മഴച്ചൊല്ലുകൾ കണ്ടെത്താൻ. മഴ തോർന്നാലും മരം പെയ്യും. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട്? ഇതുപോലെയുള്ള മഴച്ചൊല്ലുകൾ കേട്ടിട്ടില്ലേ? അവ ക്ലാസ്സിൽ പറഞ്ഞു നോക്കാം. അവ മഴ തോർന്നാലും മരം പെയ്യും എന്ന് പറയുന്നത് മഴ പെയ്തു കഴിഞ്ഞാലും മഴത്തുള്ളി ഓരോ ഇലകളിലും കൊമ്പുകളിലും കാണും. അപ്പോൾ ആരെങ്കിലും മരം കുലുക്കിയാൽ മഴ പെയ്യുന്നത് പോലെ മഴത്തുള്ളി വീഴും. അപ്പോൾ ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി കുറച്ച് മഴച്ചൊല്ലുകൾ നോക്കിയാലോ? മഴ നനയാതെ പുഴയിൽ ചാടി. മഴയുമില്ല വിളയുമില്ല. പെരുമഴ പെയ്താൽ കുളിരില്ല. ഇടിവെട്ടും വർഷവും ദേവർക്കും അറിയില്ല. അന്തിക്കു വന്ന മഴയും അന്തിക്കു വന്ന വിരുന്നും അന്നു പോകയില്ല. മാക്രി കരിഞ്ഞു മഴ പെയ്തു. ചിങ്ങത്തിലെ മഴ ചിരിച്ചും കളിച്ചും. ഇടവപ്പാതി കഴിഞ്ഞാൽ ഇടവഴിയിലും വെള്ളം. മഴയത്തിട്ടാൽ നനയാ, വെയിലത്തിട്ടാൽ ഉണങ്ങാ. മഴ പെയ്താൽ പുഴയറിയും. നമ്മൾ ധാരാളം മഴച്ചൊല്ലുകൾ നോക്കിയല്ലേ. ഇനി നമുക്ക് ഒരു ചെറിയ മഴയെക്കുറിച്ചുള്ള ഒരു കഥ നോക്കിയാലോ? മഴത്തുള്ളി കഥ പറയുമ്പോൾ. കടലിൽ കൂട്ടുകാർക്കൊപ്പം കളിക്കുകയായിരുന്നു ഞാൻ. കൂടെ കളിക്കാൻ ധാരാളം പേർ. വല്ലാത്ത ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനല്ലാതെ മാറുന്നോ? കൂട്ടുകാർക്കൊപ്പം ഞാനും ആകാശത്തേക്ക് ഉയർന്നു. ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു. ടോ 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 ടോ. ഞങ്ങൾക്ക് പേടിയായി. കാറ്റ് ആഞ്ഞു വീശി. തണുപ്പ് കൂടിക്കൂടി വന്നു. കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി. ഒഴുകി ഒഴുകി ചാലുകളായി തോട് നിറഞ്ഞു, പുഴ നിറഞ്ഞു. വീണ്ടും ഞങ്ങൾ കടലിലേക്ക്. അപ്പോൾ മഴയുണ്ടാകുന്നത് എങ്ങനെയെന്നാണ് ഈ ഒരു കഥയിലൂടെ പറയുന്നത്. എങ്ങനെയാ? അതായത് കടലിലെ വെള്ളം നീരാവി ചൂടായി നീരാവി മുകളിലേക്ക് പോകുന്നു. മേഘങ്ങളിൽ ചെന്നും വെള്ളത്തുള്ളികൾ മഴയായി പെയ്യുന്നു. വീണ്ടും ഈ ഒരു മഴ ചാലുകളിലും തോടുകളിലും പുഴകളിലും ഒഴുകി വീണ്ടും കടലിലേക്ക് എത്തുന്നു. ഈ ഒരു പ്രോസസ്സാണ് എന്തിൽ നടക്കുക? മഴ പെയ്യാൻ വേണ്ടി നടക്കലല്ലേ. ഇനി ഇതിൻ്റെ ഒരു ചോദ്യോത്തരങ്ങൾ നോക്കല്ലേ.
അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ് കടലിൽ കളിച്ചത് ആരാണ്? അപ്പോൾ മഴത്തുള്ളികളാണ് കടലിൽ കളിച്ചത്. അപ്പോൾ വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണമെന്ത്? അപ്പോൾ അവർക്ക് ചൂടായത് കൊണ്ടാണ് അവരെവിടെ ഒളിച്ചത്? മേഘങ്ങളിൽ ഒളിച്ചത് വെള്ളത്തുള്ളികളല്ലേ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വെള്ളത്തുള്ളികൾ പേടിച്ചത് എന്തിനാണ്? അപ്പോൾ ഇടി വെട്ടുന്ന ടോ ശബ്ദം കേട്ടിട്ടാണ് ആര് പേടിച്ചത്? വെള്ളത്തുള്ളികൾ പേടിച്ചത് മേഘത്തു നിന്നല്ലേ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു? ആഞ്ഞു വീശിയ കാറ്റിന്റെ തണുപ്പിൽ മേഘങ്ങളിൽ ഒളിച്ചിരിക്കുകയായിരുന്ന വെള്ളത്തുള്ളികൾ മഴയായി ഭൂമിയിലെത്തി. ഇനി കുട്ടിയും മഴത്തുള്ളിയും തമ്മിലുള്ളൊരു സംഭാഷണം എഴുതി നോക്കിയാലോ? കുട്ടി: മഴത്തുള്ളി മഴത്തുള്ളി നീ എന്തിനാ ആകാശത്തേക്ക് ഉയർന്നത്? അപ്പോൾ മഴത്തുള്ളി: ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. അപ്പോൾ കുട്ടി: പിന്നെ നീ എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? അപ്പോൾ മഴത്തുള്ളി: ടോ ശബ്ദം കേട്ടിട്ട്. അപ്പോൾ കുട്ടി: എന്നിട്ട് പേടി തോന്നിയോ? അപ്പോൾ മഴത്തുള്ളി: ഒത്തിരി പേടിയായി. കുട്ടി: ഹോ എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്തു? എങ്ങോട്ടാണ് പോയത്? അപ്പോൾ മഴത്തുള്ളി: ഞങ്ങൾ എല്ലാ കൂട്ടുകാരും ചേർന്ന് ഒരു വലിയ കൂട്ടമായി മാറി. പിന്നെ തണുപ്പ് വന്നപ്പോൾ ഞങ്ങൾ പതുക്കെ പതുക്കെ താഴേക്ക് വീണു. മഴയായി. ഇനി അടുത്ത പ്രവർത്തനമാണ് കണ്ടെത്താം എഴുതാം. അപ്പോൾ എൻ്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ, അതായത് വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ കുളം, കിണർ, അരുവി, കായൽ, മഴവെള്ളം, പുഴ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനമാണ് പ്രതികരിക്കാം പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം. ഇവിടെ എന്തിനാണ് നമ്മൾ പ്രതികരിക്കുന്നത്? ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലേ, ഒരു ഫാക്ടറി ഉണ്ട് ഇവിടെ. ആ ഫാക്ടറിയിൽ നിന്ന് മോശമായ മലിനജലം എവിടേക്കാണ് പോകുന്നത്? പുഴയിലേക്കാണല്ലേ. അപ്പോൾ പുഴ എന്താണ്? മലിനീകരിക്കാണല്ലേ ചെയ്യുന്നത്, അതായത് വെള്ളം മോശമാക്കാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെതിരെ പോസ്റ്റർ തയ്യാറാക്കാനാണ് ഇവിടെ പറയണത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് പോസ്റ്റർ നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ? അപ്പൊ ഉദാഹരണമായി ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു പോസ്റ്റർ ആണ് അരുതേ മലിനമാക്കരുതേ ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത്. ഇനി നമുക്ക് കുറച്ച് മറ്റു പോസ്റ്റർ നമുക്ക് തയ്യാറാക്കാം. ജലം ജീവാമൃതം, ജലമില്ലെങ്കിൽ ജീവനുമില്ല. പുഴകളും തടാകങ്ങളും ശുദ്ധമായി കാത്തു സൂക്ഷിക്കൂ. ഒരു തുള്ളി വിഷം മതി ഒരു ജലാംശ വിഷമാകാൻ. തെളിനീരൊഴുകും പുഴകൾ മാലിന്യ കൂമ്പാരമാക്കരുത്. നമ്മുടെ ജലം നമ്മുടെ ഭാവി, അതിനെ മലിനീകരിക്കാതിരിക്കുക. അഴുക്കിൽ നിന്ന് ആരോഗ്യം പ്രതീക്ഷിക്കരുത്. ജലം ജീവനാണ്, മാലിന്യം മരണവും. അപ്പോൾ വെള്ളം മലിനമാകുന്നതിനെ കുറിച്ച് ഒരുപാട് പോസ്റ്റർ നമ്മൾ നോക്കിയല്ലേ. അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ പോസ്റ്റർ കാണാതെ പഠിക്കേണ്ടതാണ്. എക്സാമിന് എന്തായാലും ചോദിക്കൂട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന്റെ മനോഹാരിത തെളിഞ്ഞു വരിച്ചിട്ടുള്ള ഒരു കവിതയാണ്. അപ്പൊ നമ്മുടെ നാട് നമുക്ക് ചേർത്തി പാടിയാലോ? കുളിരുണരും മലയുടെ നാട്, തെളിയൊഴുകും പുഴയുടെ നാട്, നീലക്കടലലയുടെ നാട്, ഇത് നമ്മുടെ കേരള നാട്. തെങ്ങോലപ്പീലി വിരിച്ചിടാടുക നാട് മയിലാട്ടം, പനയോലപ്പീലി നിവർത്തി ആടുക നാട് തിറയാട്ടം. നെൽവയലുകൾ തത്തപ്പച്ച, തായ്വരയിൽ വായപ്പച്ച, കാടിൻ കരിനീലപ്പച്ച, തെളിരിണയും പച്ച. അപ്പൊ പല പച്ചകൾ ചേർത്ത് വരച്ചോളൂ ചിത്രം നമ്മുടെ കേരള നാട്. അപ്പോൾ നമ്മൾ കവിത നോക്കിയല്ലേ. അപ്പൊ ഈ കവിതയിൽ എന്താ പറയുന്നത്? നമ്മുടെ നാട്ടിൽ എന്തൊക്കെയുണ്ട്? മലകളുണ്ട്, പുഴകളുണ്ട്, കടലുണ്ട്. അതൊക്കെ കൂടി ചേർന്നതാണ് എന്ത്? നമ്മുടെ കേരളം എന്നാണ് പറയുന്നത്. അതേപോലെ പച്ചകൾ നിറഞ്ഞതാണ്. എന്തൊക്കെയാണ്? തെങ്ങായിക്കോട്ടെ, വായ, പന, അങ്ങനെ ഒരുപാട് നെൽവയലുകൾ, അങ്ങനെ ഒരുപാട് പച്ചപ്പ് നിറഞ്ഞതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നതല്ലേ. അപ്പൊ ഗോഡ്സ് ഓഫ് കൺട്രി എന്നാണ് നമ്മുടെ കേരളത്തിന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഒരുപാട് പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് നമ്മുടെ കേരളം. അതുകൊണ്ടാണ് പച്ച കളർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കേരളത്തിന്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത് നോക്കിയാലോ? മലകളുള്ള നാട്, പുഴ ഒഴുകുന്ന നാട്, കടലുകളുടെ നാട്, തെങ്ങോലകളുടെ നാട്, പനയോലകളുടെ നാട്, നെൽവയലുകളുടെ നാട്. അപ്പൊ ഇത്രേ സവിശേഷതകളാണല്ലോ നമ്മുടെ കവിതയിൽ പറയുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോക്കിക്കാണ്ട് നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതേണ്ടതാണ് കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റായ മയോമയിൽ പഠിക്കാനുള്ളത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിന്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ ഇനിയും നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോസ് ഞാൻ ഇതിന്റെ ബാക്കി പോർഷൻസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടതാണ്.